സഹോദരന്മാരെ, 2 ദിവസം മുമ്പ് ഇ.കെ. വിഭാഗം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ആലിക്കുട്ടി ഉസ്താദ് വഫാത്തായി. ആ ജനാസ കാണാൻ വേണ്ടിയിട്ടും അതേപോലെ ആ ജനാസ നിസ്കാരത്തിൽ നേതൃത്വം നൽകാനും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വന്നു. ആ വീഡിയോ നിങ്ങളെല്ലാം ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. എത്ര സുന്ദരമായ മനോഹരമായ കാഴ്ചയാണ്. ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് സുന്നി വിഭാഗങ്ങൾ പരസ്പരം സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും മുന്നോട്ട് പോകേണ്ട സമയങ്ങളാണ് എന്നാണ് നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് പറയാൻ കാരണം, മുമ്പൊന്നും ഇല്ലാത്ത ഒരു ഐക്യം സുന്നികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും സാധാരണക്കാരായ സുന്നികൾ മനസ്സിലാക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് വഫാത്തായ സമയത്ത് എ.പി. ഉസ്താദ് പോയ സമയത്തുള്ള ഓർമ്മകളെല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ഞാനത് ഓർമ്മിപ്പിക്കുന്നതല്ല, കഴിഞ്ഞത് ഓർമ്മിപ്പിക്കുന്നതല്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് വഫാത്തായ സമയത്ത് ആ മയ്യത്ത് കാണാൻ വേണ്ടി പോയ സമയത്ത് പലരും ഗോബേക്ക് വിളിച്ച് ആ മയ്യത്ത് അവിടെ കിടക്കുന്നുണ്ട് എന്ന ഒരു ബോധം വരെ ഇല്ലാതെ എന്ത് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എ.പി. വിഭാഗത്തിന്റെ നേതാക്കന്മാർ പലരും വഫാത്തായി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളങ്ങൾ വഫാത്തായ സമയത്ത് മറ്റുള്ളവരാരും ഒന്നങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ അവരാരും ശ്രമിച്ചിട്ടില്ല. ഉള്ളാളങ്ങൾ വഫാത്തായിട്ട് അത് മാത്രമല്ല, മദ്രസാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഇന്ന് ഈ കാണുന്ന 10,000 മദ്രസകളും 10 ലക്ഷം കുട്ടികളെയെല്ലാം സ്വരൂപിക്കാൻ അന്ന് നേതൃത്വം നൽകിയ, അതിന് ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു എം.എ. ഉസ്താദ് കാസർകോട് സാദി എന്ന അമരക്കാരൻ. ആ എം.എ. ഉസ്താദ് വഫാത്തായ സമയത്തു പലരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനോ അങ്ങോട്ടൊന്ന് പോയിട്ട് ഒന്ന് സമാശ്വസിപ്പിക്കാനോ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന നടത്താനോ പലരും മുതിർന്നിട്ടില്ല. എന്നാൽ ആ കാലഘട്ടത്തിലെല്ലാം മറന്ന് ഇപ്പൊ ഈ പുതിയ കാലത്ത് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് വഫാത്തായ സമയത്ത് എ.പി. ഉസ്താദ് പോന്ന്, റയീസുൽ ഉലമ പോന്ന്, അതേപോലെ ഖലീൽ തങ്ങൾ പോന്ന്, അതേപോലെ ഇപ്പുറത്തുള്ള നേതാക്കന്മാർ വഫാത്തായ സമയത്ത് ഇ.കെ. വിഭാഗം സംസ്ഥയിലെ നേതാക്കന്മാർ പങ്കെടുക്കുന്നു. ജിഫ്രി തങ്ങളെ പോലെയുള്ള മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ പോലെയുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ളവർ പങ്കെടുക്കുന്നു. ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നതെന്ന് വെച്ചാൽ സുന്നികൾ മനസ്സുകൾ യോജിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നികളുടെ മനസ്സുകൾ എന്ത് ചെയ്ത് യോജിച്ച് ഇനി ചെറിയ പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് സംഘടനാപരമായിട്ടുള്ള ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ വിഷയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള സുന്നി സമൂഹം മനസ്സിലാക്കേണ്ടത്, നമ്മൾ യോജിച്ച് നമ്മൾ ഭിന്നിച്ച് നിൽക്കേണ്ടവരല്ല. ഇതേപോലെ പുത്തനാശയക്കാർക്കെതിരെ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി, ഞാനും സുന്നിയാണ് എന്ന് പറഞ്ഞു നടന്ന് രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകി രാഷ്ട്രീയക്കാരെടുക്കുന്ന എല്ലാ കൊള്ളരുതായ്മയെയും ന്യായീകരിച്ച് പോന്നവരെയും അങ്ങ് മാറ്റി നിർത്തിയിട്ട് രാഷ്ട്രീയത്തെക്കാൾ പ്രാധാന്യം സുന്നത്തമായത്തിനാണ്, സുന്നി ആശയത്തിനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെപ്പോലെയുള്ളവരെല്ലാവരും മുന്നോട്ട് പോകണം. അതാണ് ഈ എ.പി. ഉസ്താദിന്റെ സന്ദർശനവും എ.പി. ഉസ്താദ് പോയതും എ.പി. ഉസ്താദ് മയ്യത്തിസ്കാരത്തിന് നേതൃത്വം നൽകിയതും ഇതെല്ലാം കാണുമ്പോൾ നമ്മളെപ്പോലെയുള്ള സുന്നി വിശ്വാസികൾ, സാധാരണക്കാരായ സുന്നി വിശ്വാസികൾ കരുതേണ്ടത്. ഇതൊന്ന് ഓർമ്മിപ്പിച്ച് എന്നേ ഉള്ളൂ. ഞാൻ മുൻകാലങ്ങളിലുള്ള കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കിയിട്ട് ഒരു ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. മുൻകാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു, അതിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. രണ്ട് മനസ്സുകളും സുന്നികളുടെ മനസ്സുകൾ യോജിച്ചു കഴിഞ്ഞു എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്നേ ഉള്ളൂ. എന്നാൽ എല്ലാവരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുക, സുന്നികൾ യോജിക്കുക തന്നെ വേണം. സുന്നികൾ യോജിക്കാതിരിക്കാൻ പല വിധത്തിലുള്ള കുതന്ത്രങ്ങളും പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതിലൊന്നും വഞ്ചിതരാകാതെ നമ്മളെ വഴി സുന്നത്തമായത്തിന്റെ വയ്യാന്ന് സുന്നികൾ യോജിക്കണം. മഹല്ലുകളിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. മറ്റവരെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളേ ഉള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകാരും തബ്ലീഗുകാരും ഖാദിയാനികളും ന്യൂനപക്ഷങ്ങളേ ഉള്ളൂ. സുന്നി സമൂഹം ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശക്തി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാതെ ശക്തി അവർക്ക് തിരിയാതായി പോകുന്നത്. അതുകൊണ്ട് യോജിച്ചിട്ട് സുന്നി മനസ്സുകളെല്ലാം യോജിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും മുന്നോട്ട് വരിക.